ഹായ്, വെൽക്കം ബാക്ക് ടു അബി സുഷൻ. നമ്മളെല്ലാവരും ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴി മറ്റുള്ളവർക്ക് പേയ്മെന്റ് നടന്ന ആളുകളാണ് അല്ലെ. ചിലപ്പോൾ നമുക്ക് പേയ്മെന്റ് റിസീവ് ചെയ്യാറുണ്ട്. പക്ഷെ ചില പേയ്മെന്റുകൾ നമുക്ക് വളരെ ഒളിപ്പിച്ചു വെക്കണം, വളരെ രഹസ്യമുള്ളതായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുക. നമുക്ക് ഇങ്ങോട്ട് കാര്യങ്ങൾ അയച്ചു തരുന്നത് അല്ലെങ്കിൽ നമ്മൾ ആർക്കും അയച്ചു കൊടുക്കുന്നതൊക്കെ അത് നമുക്ക് എങ്ങനെയാണ് രഹസ്യമാക്കി വെക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അത് വളരെ രസകരമായിട്ട് നമുക്കത് ചെയ്തു വെക്കാൻ സാധിക്കും. രണ്ട് ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് ഓപ്ഷൻ വഴി നമുക്ക് ഒരാൾക്ക് നമ്മുടെ പെട്ടെന്ന് ഫോൺ പേ ആപ്പോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിൽ എത്ര പേയ്മെന്റ് അടച്ചു അല്ലെങ്കിൽ അടച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അയച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയാത്ത രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നമുക്കത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് എങ്ങനെയാണ് അവിടുന്ന് ഒഴിവാക്കുക എന്നുള്ള ഞാൻ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്താൽ എന്റെ ചാനൽ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമുക്ക് ഗൂഗിൾ പേ വഴി ചെയ്യുന്ന പേയ്മെന്റുകൾ, നമുക്ക് വരുന്ന റിസീവ് ചെയ്യുന്ന എമൗണ്ടുകൾ, ഇതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനോ ഒഴിവാക്കാനോ സാധിക്കും. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ രഹസ്യമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇവിടെ സ്കാനിങ്ങിന്റെ ഓപ്ഷൻ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെയാണ് നമുക്ക് പീപ്പിൾ എഴുതിയ ഇവിടെയാണ് നമുക്കറിയാം നമുക്ക് വന്നിരിക്കുന്ന ക്യാഷും അതുപോലെ തന്നെ നമ്മൾ അയച്ചിരിക്കുന്ന ഒക്കെ ഇവിടെയാണ് നമുക്ക് വന്ന് നിൽക്കുക അല്ലെ. അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് ആരും നോക്കിയാൽ കാണാതിരിക്കാൻ നമ്മൾ ആ പ്രൊഫൈലിന്റെ മേലെ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പൊ ഇവിടെ കണ്ടില്ലേ, നമുക്കിവിടെ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഞാൻ രണ്ടാമത് അതേപോലെ നോക്കി, അതുപോലെ തന്നെ ഹൈഡ് ഫ്രം ദി സ്ക്രീൻ കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി കാണിച്ചു തരാം. ലോങ് പ്രസ് ചെയ്യുക, നേരെ ഹൈഡ് ഫ്രം ദി സ്ക്രീൻ എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത് ഒന്നാമത്തെ. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തീരെ കാണണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഫൈലിലേക്കാണ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് കാണിക്കുന്നുണ്ട് പ്രൈവസി ആൻഡ് കണ്ടേ സെക്യൂരിറ്റി പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് അല്ലെ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഗൂഗിൾ അക്കൗണ്ട്, ആ ഗൂഗിൾ അക്കൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ലോഗിന്റെ പാസ്വേഡ് കൊടുക്കണം, നമ്മുടെ മെയിൽ ഐ ഡിയുടെ. അപ്പൊ താഴേക്ക് കാണിക്കുന്നുണ്ട് നമ്മൾ ഓരോരോ ട്രാൻസാക്ഷൻസ് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ പേയ്മെന്റ് ചെയ്തതൊക്കെ, ഇന്ന് ചെയ്തതും ഇന്നലെ ചെയ്തതൊക്കെ നമുക്ക് ജസ്റ്റ് അതിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആയിപ്പോ പിന്നീട് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഈ രണ്ട് ഓപ്ഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്.